ഭാരതാംബ ചിത്രത്തിൽ വ്യക്തതയില്ലാതെ ബി.ജെ.പി. തിരുവനന്തപുരത്തെ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന ഘടകം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രമാണ്. അതേസമയം തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ RSS പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഇതിപ്പോൾ ഭാരതാംബയുടെ കയ്യിലുള്ള കൊടിയെ സംബന്ധിച്ച് തന്നെ ഒരു കൺഫ്യൂഷൻ ആണോ? ഇതിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ലേ? ഒരു ചിത്രത്തിൽ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചതിൽ നമ്മുടെ ദേശീയ പതാകയാണെങ്കിൽ മറ്റൊന്ന് നമ്മൾ ഈ വിവാദം തുടങ്ങുന്നത് തന്നെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ പേരിലായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? നേതാക്കൾക്ക് ഇതിൽ ക്ലാരിറ്റി ഇല്ലാത്തതാണോ അതോ ഇനി മാറിപ്പോയതാണോ? റോഷ്നി, കഴിഞ്ഞ പരിസ്ഥിതി ദിനം മുതൽ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒരു 10 തവണയെങ്കിലും ചുരുങ്ങിയത് കേൾക്കുന്ന വാക്കാണ് ഭാരതാംബയുടെ വാക്ക്. അത് വലിയ വിവാദമാകാനുള്ള കാരണം ഗവർണർ രാജേന്ദ്ര അർലേക്കർ അവിടെ വെച്ച ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ ഭാരതാംബ RSSകാർ ഉപയോഗിക്കുന്ന കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ്. അവിടെ ദേശീയ പതാകയുടെ ചിത്രമുള്ള ഭാരതാംബയാണ് നമുക്ക് കൂടുതൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ RSS കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വന്നതോടുകൂടിയാണ് കൃഷി വകുപ്പ് ആ പരിപാടി ബഹിഷ്കരിക്കുന്നതും കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ പരിപാടി നടത്തുകയും ചെയ്യുന്നത്. പിന്നാലെ കഴിഞ്ഞ ദിവസം സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയിൽ മന്ത്രി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണമായി പറയുന്നതും RSS കൊടിയേന്തിയ ഭാരതാംബയെയാണ്. ഇതേ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും വലിയ പ്രതിഷേധം ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നടന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ആ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് വി മുരളീധരനായിരുന്നു. വി മുരളീധരന്റെയും നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും പടം വെച്ചുള്ള ഒരു കാർഡ് ഇന്ന് രാവിലെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അതിൽ ഭാരതാംബയുടെ കയ്യിൽ പിടിക്കുന്ന കൊടി ദേശീയ പതാകയായി മാറിപ്പോയി എന്നതാണ്. അതായത് ഒന്നിക്കിൽ ഗവർണറുടെ ഓഫീസിലുള്ള ആ കൊടി തെറ്റാണ്, അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടത് ഈ ദേശീയ പതാകയാണ് എന്നുള്ളതാണ്. അതിന് വിശദീകരിക്കേണ്ടത് BJPയാണ്. പക്ഷേ BJP ആ ഒരു വിശദീകരണത്തിലേക്ക് പോയില്ല. പക്ഷെ അവിടെ നിന്ന് കുറേ കൂടി കഴിഞ്ഞ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരം സിറ്റി BJP കമ്മിറ്റിയാണ്. തിരുവനന്തപുരം സിറ്റി BJP കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ കയ്യിലുള്ളത് RSSകാർ ഉപയോഗിക്കുന്ന അതേ കൊടി തന്നെയാണ്, കാവിക്കൊടി തന്നെയാണ് എന്നതാണ്. ചുരുക്കത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. BJP സംസ്ഥാന നേതൃത്വത്തിന് കൊടി ദേശീയ പതാകയാണ്, പക്ഷെ ഗവർണർക്ക് അത് RSS കൊടിയേന്തിയ ഭാരതാംബയാണ്. എന്തായാലും വ്യക്തത വരുത്തേണ്ടത് BJP നേതൃത്വം തന്നെയാണ്. പക്ഷേ RSS കൊടിയേന്തിയ കാവിക്കൊടിയായാലും ദേശീയ പതാകയായാലും ബഹുമാനിക്കുന്നവരാണ് ഈ ദേശീയവാദികൾ എന്നൊരു വാദത്തിലേക്ക് BJP എത്തുന്നുണ്ടോ? ഈ വീണിടം വിദ്യയാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയാണോ കാര്യങ്ങളുടെ പോക്ക്? ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പടം വെച്ചത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണവും വന്നിട്ടില്ല റോഷ്നി. എന്തായാലും ഇതിൽ വിവാദത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ RSS പ്രവർത്തകർ RSS ഉപയോഗിക്കുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ആയതുകൊണ്ടാണ് അത് വലിയ വിവാദമാകാനുള്ള കാരണം. പക്ഷേ BJP സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും കുറച്ചു സമയം മുമ്പ് വരെ നോക്കുമ്പോഴും ആ പടം മാറ്റിയിട്ടില്ല. ദേശീയ പതാക ഏന്തിയ ഭാരതാംബയെയാണ് അതിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് RSS പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും വെവ്വേറെ കൊടി ഭാരതാംബയുടെ കയ്യിൽ ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. അതിനൊരു തീരുമാനമായിട്ടില്ല. പക്ഷെ വിവാദം കത്തുകയാണ് രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ. റോഷ്നി, ഓക്കെ, പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ വിവാദം കത്തുന്നു. ആ വിവാദം പാലക്കാടും ഉണ്ടായിട്ടുണ്ട്. ഈ ഭാരതാംബ ചിത്രത്തിൽ പാലക്കാട് BJPയിലും ആശയക്കുഴപ്പമാണ്. വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പോസ്റ്ററിൽ ദേശീയ പതാക പിടിച്ച ഭാരതാംബ ചിത്രമാണെങ്കിൽ പുഷ്പാർച്ചന നടത്തിയത് കാവിക്കൊടി പിടിച്ച ഭാരതാംബയ്ക്ക് മുന്നിലാണ്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, പാലക്കാട് തന്നെ എന്താണ് സംഭവിച്ചത്? ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയക്കുഴപ്പം വരുന്നത് എന്നുള്ളതിൽ പാലക്കാട് BJP നേതാക്കളിൽ നിന്ന് വല്ല വിശദീകരണമൊക്കെ വരുന്നുണ്ടോ? റോഷ്നി, പാലക്കാട് BJPയുടെ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഭാരതാംബ പിടിക്കുന്ന കൊടിയെ ചൊല്ലിയുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുള്ളത്. അതായത് ഒറ്റപ്പാലം നഗരത്തിൽ തന്നെ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു വെസ്റ്റ് ജില്ലാ കമ്മിറ്റി UDFനും LDFനും എതിരായിട്ടുള്ള ഈ ഭാരതാംബ വിവാദത്തെ ചൊല്ലിയുള്ള ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധത്തിന്റെ പോസ്റ്ററിൽ ഭാരതാംബ പിടിക്കുന്നത് ത്രിവർണ്ണ പതാകയാണെങ്കിൽ അതിൽ പ്രതിഷേധത്തിനിടെ പുഷ്പാർച്ചന നടത്തിയത് BJP പുഷ്പാർച്ചന നടത്തിയത്
കാവിക്കൊടി പിടിച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലായിരുന്നു. ഏതായാലും ഒരു ആശയക്കുഴപ്പം അവിടെയും സംഭവിച്ചു. ആ സമയത്ത് തന്നെ നമ്മൾ പാലക്കാട്ടെ BJP നേതാക്കൾ, പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള C. കൃഷ്ണകുമാറിനോട് തന്നെ ഈ കൊടിയിലെ BJPക്ക് ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് BJPക്കും RSSനും സംബന്ധിച്ചിടത്തോളം രണ്ട് പതാകകളും, അതായത് ത്രിവർണ്ണ പതാകയും RSSന്റെ കാവിക്കൊടിയും രണ്ടും ഒരുപോലെയാണ്. ബഹുമാനം രണ്ട് കൊടികൾക്കും BJPയും RSSും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടിയിൽ യാതൊരു രീതിയിലുള്ള ആശയക്കുഴപ്പമില്ല. രണ്ട് കൊടിയും പിടിക്കുന്ന ചിത്രങ്ങളോ പോസ്റ്ററുകളോ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് കൃഷ്ണകുമാർ ഇതിനൊരു വിശദീകരണമായി പറഞ്ഞത്. മാത്രമല്ല, പാലക്കാട് വെച്ച് ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പല രീതിയിലുള്ള പരിപാടികൾ നടന്നിരുന്നു. അന്നൊന്നും പ്രതിഷേധിക്കാത്ത ആളുകൾ, അന്നൊന്നും യാതൊരു രീതിയിലുള്ള വാക്കുകളും ഉയർത്താത്ത ആളുകളാണ് ഇപ്പോൾ ഭാരതാംബ വിവാദത്തിൽ BJP ഇത്തരത്തിലുള്ള ഈ കൊടികൾ മാറുന്നതിലുള്ള ആശയക്കുഴപ്പങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഇന്ന് കൃഷ്ണകുമാർ പാലക്കാട് വെച്ച് നടത്തിയിരുന്നു. ഏതായാലും പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിക്കാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. പോസ്റ്ററിൽ ത്രിവർണ്ണ പതാക പിടിച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രമായിരുന്നെങ്കിൽ പിന്നീട് പുഷ്പാർച്ചന നടത്തിയത് കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലായിരുന്നു. രോഷിനി, മാത്രമല്ല ഇക്ബാൽ, പാലക്കാട് വിവാദം